നമസ്കാരം. ദർപ്പണത്തിലേക്ക് സ്വാഗതം. പരിഭ്രമിക്കേണ്ട, പ്രവീൺജി നടത്തുന്ന ജ്യോതിശാസ്ത്ര വിശകലനങ്ങളുടെ അതേ ചാനൽ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. എന്നാൽ ഇന്നു മുതൽ സനാതനധർമ്മത്തിൻ്റെ പൊരുളുകൾ തേടി ഒരു യാത്ര കൂടെ ഇതേ ചാനലിൽ തുടങ്ങുകയാണ്. അതിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സനാതനധർമ്മത്തിൻ്റെ പൊരുളുകൾ തേടുമ്പോൾ ആദ്യമായി സന്യാസ വര്യന്മാരെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഈ സന്യാസ വര്യന്മാരിൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രാണൻ വെടിയുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് സന്യാസം സ്വീകരിച്ച് ഹിമാലയ സാനുക്കളിലേക്ക് പോവുകയും അവിടെ തപസ് ചെയ്യുകയും അതിലൂടെ സന്യാസ വര്യന്മാരായി തീരുകയും ചെയ്യുന്ന അനേകം സന്യാസിമാർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ സന്യാസ സമൂഹങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് രൂപം നൽകിയിട്ടുള്ള അഖാഡകളിൽ നിന്ന് വരുന്ന സന്യാസിമാർ ഇപ്പോൾ കുംഭമേളയോടുകൂടി നമ്മുടെ ഇടയിൽ വളരെ പ്രചാരം നേടുകയും അതിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായി മാറിയ ശ്രീ ശിവാനന്ദഗിരി സ്വാമികളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാമികൾ നിരഞ്ജനി അഖാഡയുടെ സന്യാസി വര്യനാണ്. സ്വാമിയിലേക്ക്. ഓം നമോ നാരായണായ. സ്വാമിജി, ആദ്യമായി അറിയേണ്ടത് ഈ നാഗാ സന്യാസം അല്ലെങ്കിൽ നാഗാ സന്യാസിയുടെ പാതയിലേക്ക് സ്വാമിജി എന്തുകൊണ്ട് ഇറങ്ങി? രണ്ടാമതായി അറിയേണ്ടത് അതിന് നടത്തേണ്ടി വന്ന നിഷ്ഠകളും ചര്യകളും എന്താണ്? ഇതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായി അറിയാൻ ആഗ്രഹമുള്ളത്. കൃത്രിമമായ ഭൗതിക ജീവിതം കൊണ്ടുള്ള വിരക്തിയെ തുടർന്ന് ആത്മാന്വേഷണത്തിനുള്ള യാത്രയിലാണ് ഗുരുവിനെ കണ്ടെത്തിയത്. ആ ഗുരു ഒരു നാഗാ സന്യാസിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഹരിദ്വാറിലെ നിരഞ്ജനി അഖാഡയിൽ ഒരു പുതിയ ബ്രഹ്മചാരിയായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രധാരി, നാഗാ സന്യാസി അഖാഡകളിൽ പുതിയ അംഗത്തിന് വസ്ത്രധാരി എന്ന നാമമാണ് നൽകുക. എന്നിട്ട് ഓരോ ദിവസവും അഖാഡകളെന്ന് പറയുകയാണെങ്കിൽ സന്യാസിമാരെ സൃഷ്ടിക്കുന്ന അറീന എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ സന്യാസിമാരുടെ അസോസിയേഷൻ എന്നും പറയാം. അപ്പോൾ പ്രഭാതം മുതൽ രാത്രി ഉറക്കം വരെ ഒരു സന്യാസി അനുഷ്ഠിക്കുന്ന കർമ്മകാണ്ഡങ്ങളുടെ ഒരു പരിശീലനമാണ് അവിടെ ലഭ്യമാകുന്നത്. രാവിലെ ബ്രഹ്മചാരി ദീക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രധാരിയാണെങ്കിൽ രാവിലെ എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അഖാഡയിലെ മഠത്തിനുള്ളിലെ പൂജാമുറിയെല്ലാം വൃത്തിയാക്കണം, പൂജയും ആരതിയും നിർവഹിക്കണം, ഗുരുവിന് ചായ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് സ്വാധ്യായത്തിനുള്ള സമയങ്ങളാണ്. എന്തെങ്കിലും വായിക്കുകയോ ജപിക്കുകയോ, ഒരു മാല നമോ നാരായണ ജപിക്കുക, ഇല്ലെങ്കിൽ ഒരു മാല നമശിവായ ജപിക്കുക. അത് കഴിഞ്ഞിട്ട് നവാഗതർക്കൊക്കെ വിശ്രമമാണ്. അങ്ങനെ അടുത്ത് എന്നാണോ കുംഭമേള വരുന്നത് അതിനു മുമ്പുള്ള സമയം മുതൽ ഈ സന്യാസി നിർമ്മാണ പ്രക്രിയയ്ക്കുള്ള പരിശീലനമാണ് അഖാഡകളിൽ നടന്നു വരുന്നത്. അപ്പോൾ കുംഭമേള വരുമ്പോൾ ഭഗവാൻ ശങ്കരാചാര്യർ കൽപ്പിച്ച് വിധിച്ചിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയപ്പെടുന്ന നാഗാ സന്യാസി സംസ്കാര പ്രക്രിയയ്ക്ക് കൂടി വിധേയനായി കഴിയുമ്പോഴാണ് ഒരു വസ്ത്രധാരി സാധു അഖാഡയിലെ നാഗാ സന്യാസിയായി മാറുന്നത്. ഇതിനൊരു കാലക്രമമുണ്ടോ സ്വാമി? പണ്ടൊക്കെ ഒരു 13 വർഷം 14 വർഷം ബ്രഹ്മചര്യ ദീക്ഷ നിർബന്ധമായിരുന്നു മഠങ്ങളിലൊക്കെ തന്നെ. ഇന്ന് അങ്ങേപ്പോലുള്ള നിരവധി പരിചയങ്ങളും ബന്ധങ്ങളും നാനാ ദിക്കുകളിലുമുള്ള ഒരാൾക്ക് തിരക്കിയാൽ അറിയാൻ സാധിക്കുന്നത് ധർമ്മത്തിന് അപജയം വന്നിരിക്കുകയാണ് കലിയുഗത്തിൽ. അതുപോലെ തന്നെ സന്യാസം സ്വീകരിക്കുന്നതിനുള്ള എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുംഭമേളയ്ക്ക് മുമ്പ് ഒരു നവാഗതനായ വസ്ത്രധാരി 4 വർഷമേ ആയുള്ളൂ എന്നിരിക്കട്ടെ, അയാൾക്ക് നാഗാ സന്യാസ ദീക്ഷ കൊടുക്കുകയാണ് തൊട്ടടുത്ത് വരുന്ന കുംഭമേളയിൽ നടക്കുന്നത്. അതിന് കാരണം ജ്ഞാനമാർഗത്തിനേക്കാൾ ഉപരി കർമ്മകാണ്ഡത്തിനാണ് നാഗാ സന്യാസി മുഖവില കൊടുക്കുന്നത്. ഈ അഖാഡകളുടെ സ്ഥാപനം ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിന്, ഹൈന്ദവ സമൂഹത്തിന്, പ്രത്യേകിച്ചും നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണ്.
അപ്പോൾ അഹാഡകളുടെ സ്ഥാപനം ഇപ്പോൾ ഈ കുംഭമേളയോടുകൂടിയാണ് അഹാഡകൾ എന്താണെന്നോ അല്ലെങ്കിൽ നാഗാ സന്യാസിമാരെന്താണെന്നോ ദിഗംബരന്മാരെന്താണെന്നോ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചെറുതായെങ്കിലും അറിയുന്നത്. അതും പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇതിന് വലിയൊരു മീഡിയ പ്രാധാന്യമൊന്നും കിട്ടാത്തതുകൊണ്ട്, മാധ്യമ പ്രാധാന്യമൊന്നും കിട്ടാത്തതുകൊണ്ട് അധികമായി അറിഞ്ഞതുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇതിൽ ചോദിക്കാനുള്ളത് അഹാഡയുടെ സ്ഥാപനം ഇത് സ്ഥാപിതമായതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കയ്യിൽ ശാസ്ത്രവും ഒരു കയ്യിൽ ശസ്ത്രവുമായിട്ടുള്ള ഒരു സന്യാസി സമൂഹത്തിനെ സൃഷ്ടിച്ച ആരെന്ന് സ്വാമി തന്നെ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളൊരു സംശയവും, സന്യാസി വര്യന്മാർക്ക് ഹിംസ പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് ഹിംസ പറഞ്ഞിട്ടില്ലാത്ത സന്യാസി വര്യന്മാർക്ക് എന്തിനാണ് ഈ ശസ്ത്രം കയ്യിൽ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു സംശയ ദൂരീകരണം സ്വാമി നടത്തി തരണം. ഒരു ദിവ്യപുരുഷനെ കാണുമ്പോൾ, മഹാപുരുഷനെ കാണുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളം പോലെയുള്ള ദ്രാവിഡ പ്രദേശങ്ങളിൽ ആശ്ചര്യമായിരിക്കും. കാരണം അവരാരും ഇത്തരത്തിലൊരു സന്യാസിയെ കണ്ടിട്ടില്ല. ഭഗവാൻ ശങ്കരാചാര്യർ നാഗാ സന്യാസി ദൾ രൂപീകരിച്ചത് തന്നെ നമ്മുടെ ഭാരതം നിരവധി വൈദേശിക ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ളതാണ്. ഭാരതം എന്ന് പറയുന്നതിനേക്കാളിലും നമ്മുടെ സനാതനധർമ്മം വൈദേശിക മുഗൾ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ധർമ്മത്തെ പോലെ മറ്റൊരു ആക്രമണവും നേരിട്ടിട്ടുള്ള മറ്റൊരു ധർമ്മവും പൃഥ്വിയിലില്ലത്രേ. അപ്പോൾ ഇത്തരം അക്രമകാരികളെ നേരിടുവാൻ വേണ്ടി ആയുധധാരികളായ അരോഗ ദൃഢഗാത്തരായവരെ ആവശ്യമായി വന്നു. അങ്ങക്കറിയാമായിരിക്കും, ബദരീനാഥും കഴിഞ്ഞ് കേദാർനാഥും കഴിഞ്ഞ് ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിലെ ക്ഷേത്രങ്ങൾ, പാരമ്പര്യത്തിൻ്റെ തിരുശേഷിപ്പുകൾ, നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഓർമ്മയുടെ അവശേഷിപ്പുകൾ, അവയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടിരുന്നു. അവയൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മറച്ചുകൊണ്ടേയിരുന്നു ഭാരതത്തെ ആക്രമിച്ച മുഗൾ അക്രമകാരികൾ. ആ ഹിമാച്ഛാദിത ഹിമഖണ്ഡ പ്രദേശങ്ങളിൽ മേൽപ്പറഞ്ഞ സാംസ്കാരിക ഓർമ്മച്ചെപ്പുകളെ സൂക്ഷിക്കുവാനായി നാഗാ സന്യാസിമാർക്കല്ലാതെ മറ്റാർക്കും അന്നും ഇന്നും സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പങ്കാണ് നാഗാ സന്യാസിമാർ സനാതന ധർമ്മത്തോട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത കർത്തവ്യം. അപ്പോൾ സ്വാമിജി പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ സൈന്യമാണ് നാഗാ അഹാഡകളും നാഗാ സന്യാസിമാരും. തീർച്ചയായും അതിനായി ശങ്കരാചാര്യർ അവർ നിർമ്മിച്ചതാണ് ഈ സൈന്യത്തെ. തീർച്ചയായും. അപ്പോൾ ഈ സൈന്യമാണോ സന്യാസമാണോ അതോ സന്യാസികൾ തന്നെ സൈന്യമായി മാറിയതാണോ എന്ന സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ട് കാണും നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് ശങ്കരാചാര്യരാൽ നിർമ്മിക്കപ്പെട്ട് സനാതന ധർമ്മത്തിന് വേണ്ടി ഒരു പോലീസോ സൈന്യമോ ഇല്ലായിരുന്നൊരു സമയത്ത് വൈദേശിക ആക്രമണങ്ങൾ ഇന്ത്യയിൽ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആക്രമണങ്ങൾ നടന്നു വന്നപ്പോൾ തിരുത്തിയതിന് വളരെ നന്ദി. ആക്രമണം നടന്നു വന്നപ്പോൾ ശങ്കരാചാര്യർ അവർ നേരിട്ടുണ്ടാക്കിയ ഒരു സൈന്യം തന്നെയാണ് ഈ നാഗാ അഖാഡകളും നാഗാ സന്യാസിമാരും. നമ്മൾ പറഞ്ഞു വന്നത് നാഗാ സന്യാസിമാർ എത്രത്തോളം സനാതന ധർമ്മത്തിനെ രക്ഷിക്കാനും അതിൻ്റെ രക്ഷയ്ക്കും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി പോരാടിയിട്ടുള്ള ചരിത്രങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആ ചരിത്രങ്ങളെക്കുറിച്ച് അറിയില്ലായിരിക്കാം. സ്വാമിജിയുടെ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. സ്വാമിജി ബ്രിട്ടീഷുകാരോടും അതുപോലെ മുഗളന്മാരോടും അതിനുശേഷം ഭാരതത്തിൽ തന്നെ ഉണ്ടായ സനാതനധർമ്മത്തിൻ്റെ ശത്രുക്കളോടും എത്രത്തോളം പടപൊരുതി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സന്യാസി വര്യന്മാർ അവരുടെ ജീവിതം കൊടുത്തിട്ടാണ് ഈ അഖാഡകളെ ഇന്ന് നിലനിർത്തിയത് എന്നുള്ള ചരിത്രത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. മുഗൾ ആക്രമണകാരികളോടും ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളോടും നാഗാ ഫോഴ്സ്, അങ്ങനെയാണ് ഞങ്ങൾ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത്, നാഗാ ഫോഴ്സ് ആയുധമെടുത്ത് പോരാടിയെങ്കിൽ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തെ ധർമാന്തരണം ചെയ്യുന്നൊരു പ്രക്രിയ, ഈ ധർമ്മത്തിൽ നിന്നും മറ്റ് ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു പ്രക്രിയ നിശബ്ദം നടന്നു വരികയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ. അപ്പോഴാണ് ശാസ്ത്രധാരി നാഗാ സന്യാസിയുടെ ആവശ്യം സമാജത്തിന് ബോധ്യമായത്. നാഗാ സന്യാസി രണ്ട് രീതിയിലുണ്ട്, ശസ്ത്രധാരിയും ശാസ്ത്രധാരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ധർമ്മത്തെ പരിവർത്തനം ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ തലമുറയുടെ അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനത്തെ ദൂരീകരിക്കുവാനായിട്ട് ശാസ്ത്രഗ്രന്ഥങ്ങൾ അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് സനാതനധർമ്മത്തിൻ്റെ മഹത്വം എന്താണ് എന്നവരെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ മറ്റാരുടെയെങ്കിലും വശീകരണത്തിന് വഴിപ്പെടുകയില്ല. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് തന്നെ ഹിമാലയ സാനുക്കളിൽ നിന്നും
സംഘച്ഛദ്വം സമ്മതത്വം സംഭവ മനസ്സി ജാനതാം എന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന രീതിയിൽ പടപൊരുതുവാനായി ആർത്തിരമ്പി വന്ന നാഗാ സന്യാസിമാരുടെ ചരിത്രം ശാസ്ത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാമജന്മഭൂമി പ്രക്ഷോഭ കാലഘട്ടം. കൊട്ടിയടയ്ക്കപ്പെട്ട സനാതനധർമ്മ വിരുദ്ധരാൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഗേറ്റ് നമ്പർ 3. ആ ഗേറ്റ് നമ്പർ 3 നടന്നു നീങ്ങിയ രാമസേവകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു വാഹനത്തിലാക്കുന്നു പോലീസ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നാഗാ സന്യാസി ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ എടുത്തു മാറ്റിയിട്ട് ആ വാഹനം ഓടിച്ച് ബാരിക്കേഡ് തകർത്ത് ആ 3ാമത്തെ ഗേറ്റിനുള്ളിലേക്ക് കർസേവകരെ കൊണ്ടുപോയിട്ടുള്ള ചരിത്രവും നമുക്കൊക്കെ അറിയാവുന്നതാണ്. 13ഓളം വെടിയുണ്ടകൾ മുതുകിൽ ഏറ്റുവാങ്ങിയാണ് ആ ധീരദേശാഭിമാനിയായ നാഗാ സന്യാസി ബ്രഹ്മലോകം പോകിയത്. ഇതിലേറെ എന്താണ് നാഗാ സന്യാസി ചെയ്യേണ്ടത്? അതുപോലെ തന്നെ സ്വാമിജി, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പട്ടാളം, ഇന്ത്യയുടെ ആർമി പലപ്പോഴും നാഗാ സന്യാസിമാരുടെ സഹായം തേടാറുണ്ടെന്നും, ഇല്ലെങ്കിൽ നാഗാ സന്യാസിമാർ അവരെ പല ഘട്ടങ്ങളിലും ഹിമാലയത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിലും ഇല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും അവർ പല സമയങ്ങളിലും പട്ടാളത്തെ സഹായിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം. ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്നും മാനാ വില്ലേജും കഴിഞ്ഞ് വാസുധാര ഫാൾസ്, അളകാൻ നദി ഉത്ഭവിക്കുന്ന സ്ഥലം വരെ പലതവണ പോകുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ റോന്ത് ചുറ്റുന്ന അതിർത്തി സംരക്ഷണ സേന അംഗങ്ങളോ പട്ടാളക്കാരോ ഒക്കെ ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ച് ഇറങ്ങാനുള്ള എളുപ്പ വഴിയെക്കുറിച്ചും അപരിചിതരുടെ സാമീപ്യം എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിനെക്കുറിച്ചും ഒക്കെ ഗുഹകളിൽ താമസിക്കുന്ന നാഗാ സന്യാസി വര്യന്മാരോട് സംശയം ദൂരീകരിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് ഗുഹകളിൽ മാത്രം, എപ്പോഴും ഗുഹകൾ കഴിയുകയാണ്. ഈ പട്ടാളക്കാർ പലരും ഡ്യൂട്ടി മാറി മാറി വരികയാണ്. അപ്പോൾ സ്വാമി, ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നാണ്, താഴേക്ക് പോകണം, ഈ വഴിയല്ലാതെ എളുപ്പ വഴിയുണ്ടോ? അപ്പോൾ എളുപ്പത്തിന് പോകാൻ പറ്റുന്ന വഴികളുണ്ട്. പിന്നെ മാൻകൂട്ടം, നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് മാൻകൂട്ടത്തെ കണ്ടിരുന്നു. ഇപ്പോൾ അവിടെ മാൻകൂട്ടം ഇല്ല എന്ന് കരുതുക. മാന് മനുഷ്യനുമായി ഇണങ്ങുന്ന ജീവിയല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന മാൻകൂട്ടം ഇപ്പോൾ അവിടെ കാണുന്നില്ലെങ്കിൽ അവിടെ ആരോ തമ്പടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ വിലയേറിയ ഉപദേശങ്ങൾ ഭാരതത്തിൻ്റെ സൈനികർക്ക് നൽകുവാൻ സന്യാസ സൈനികർക്ക് സാധിച്ചിട്ടുണ്ട് അന്നും ഇന്നും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധം നാഗാ സന്യാസിമാരെ കുറിച്ച് മനസ്സിലായി കാണും. പക്ഷേ ഇന്നും സമൂഹത്തിലൊരു തെറ്റിദ്ധാരണയുള്ളത്, നാഗാ സന്യാസിമാരുടെ ആരാധനാമൂർത്തി എപ്പോഴും ശിവനാണ്. ശിവൻ ശൈവവുമുണ്ട് വൈഷ്ണവമുണ്ട്, രണ്ട് തരത്തിലുമുണ്ട്. പക്ഷേ ശൈവ രീതിക്ക് പോകുന്ന ആൾക്കാർ ശിവനെയാണ് പൂജിക്കുന്നത്. പക്ഷേ അതിൽ ചില മൂർത്തികളെ ഇന്നും സമൂഹം തെറ്റിദ്ധാരണയോടെ കാണുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കാലഭൈരവനെ കുറിച്ച് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ വലുതായിട്ട് ആർക്കും അറിയില്ല. ഇപ്പോൾ കാശിയിൽ പോയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ കാലഭൈരവൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും. പക്ഷേ നമ്മൾ തെക്കേ ഇന്ത്യയിൽ അധികം അതുമായി ബന്ധമില്ലാത്തതുകൊണ്ട് കാലഭൈരവനെക്കുറിച്ചും അതുപോലെ അത്തരത്തിലുള്ള മൂർത്തികളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു 2 വാക്ക്. കറുത്ത ഭൈരവൻ എന്ന പദമാണ് കാൽഭൈരവൻ. അപ്പോൾ നമ്മളോട് കാസർഗോഡ് ജില്ലയിലൊരു പരിചയക്കാരൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, കാലൻ്റെ ഭൈരവനാണോ സ്വാമിജി എന്ന് ചോദിക്കുകയുണ്ടായി. കാലൻ്റെ ഭൈരവൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ശാക്തേയ സമ്പ്രദായത്തിലുപരി ശൈവ സമ്പ്രദായത്തിലുള്ള ഈശ്വരന്മാരും ദേവഗണങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള മൂർത്തികളെ ആരാധിക്കുന്നതിൽ നിന്നും പിന്നോക്കം പോയപ്പോൾ, വിമുഖത കാണിച്ചപ്പോൾ, അങ്ങനെയാണ് പിന്നീട് ഗോത്രവർഗ ആരാധന രീതികളോട് നമുക്ക് സാമീപ്യമില്ലാതായി മാറിയതും അത്തരക്കാർ ധർമ്മത്തെ വെടിഞ്ഞ് മറ്റ് ധർമ്മം സ്വീകരിക്കാനിടയായത്. അപ്പോൾ യഥാർത്ഥ സനാതന ധർമ്മി, സനാതനി എന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്രം പറയുന്ന പോലെ സംഘച്ഛത്വം സമ്മതത്വം സംഭവ മനസ്സി ജാനത. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും ഒരമ്മയുടെ മക്കളെപ്പോലെ കരുതുന്നു. ഒരാൾ മറ്റൊരാൾക്ക് അഹിതമായത് ചെയ്യാതിരിക്കുന്നു. ഒരേ ലക്ഷ്യത്തോടുകൂടി നടക്കുന്നു. അപ്പം ആ ഒരവസ്ഥയിൽ ഈശ്വരന്മാർക്കും ഭൂതഗണങ്ങൾക്കും ഉപദേവതകൾക്കും എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസ്സിൽ സ്ഥാനം നൽകുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ അത്യുഗ്ര മൂർത്തി വൈഭവങ്ങളുണ്ട്. അവരുടെ ശക്തി, അവരുടെയുള്ള ഉപാസന, അവരുടെ മന്ത്രങ്ങൾ, അതിൻ്റെ വിധികളൊക്കെ സാധാരണ എളുപ്പമായ ഒരു വിഷയമല്ല. അതിൻ്റെ വിധിയും വിധാനമൊക്കെ അതികഠിനമാണ്. രാഷ്ട്രീയം പറയുന്നില്ല, എന്നാലും മുമ്പുള്ള രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ ചിന്താഗതികളും ഇത്തരത്തിലുള്ള നാഗാ സന്യാസിമാരെയും സനാതന ധർമ്മത്തെയും അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വാദം അങ്ങേക്കൊണ്ടോ?
ഉറപ്പാണ്, അവർ ശ്രമിച്ചിരുന്നു. വൈദേശിക ആക്രമണകാരികൾ ഭാരതത്തിൽ നിന്ന് മടങ്ങിയപ്പോൾ എന്തോ കുൽസിത ബുദ്ധി കൈക്കലാക്കിയിരുന്ന ചിലർ ആ ചിന്താഗതിയെ അവരുടെ വിചാരധാരയിൽ കൊണ്ടുവന്ന് ഈ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നാളെയും ശ്രമിക്കും. അത്തരം സാഹചര്യത്തിലാണ് ശസ്ത്രവും ശാസ്ത്രവും നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പുണ്യഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ട്. നമ്മുടെ ഈശ്വരന്മാരൊക്കെ തന്നെ എന്തെങ്കിലും ആയുധങ്ങൾ ഏന്തിയവരാണ്. ഗദാധാരിയാണ് ചിലർ, ചിലർ ശൂലധാരിയാണ്, ചിലർ വേലാണ് ധരിച്ചിരിക്കുന്നത്, ചിലർ വാളാണ് ധരിച്ചിരിക്കുന്നത്. നമ്മൾ ദുർഗാ സപ്തശതി വായിക്കുമ്പോൾ അസംഗശസ്ത്രേന ദൃഢേന ചിത്വ എന്ന് പറയും. ദുർഗയുടെ കയ്യിൽ ശസ്ത്രങ്ങളുടെ അസംഖ്യതയാണ്, അനേകായിരം ശസ്ത്രങ്ങളാണ്. ആ ദേവതകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആസുരിക ശക്തികളോട്. നമ്മുടെ ഈ അഭിനവ കാലഘട്ടത്തിൽ ഈ സനാതനധർമ്മ വിരോധികളെന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ദേവീദേവന്മാർ നേരിട്ട ആസുരിക ശക്തികൾ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ശസ്ത്രം, ആയുധത്തെ പൂജിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. ഗ്രന്ഥത്തോടൊപ്പം തന്നെ ആയുധത്തെ പൂജിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമ്മുടേത്. എന്തുകൊണ്ട്? മേൽ സൂചിപ്പിച്ച രണ്ട് രീതിയിലുള്ള ശക്തി ഏത് നിമിഷവും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും, നിരന്തരം സനാതനത്തെ നശിപ്പിക്കുവാനായിട്ട്. സനാതനധർമ്മത്തിൽ അഹിംസ എന്ന് മാത്രമുള്ളൊരു പാഠമില്ല, ഉണ്ടോ ഇല്ലയോ? അതിനെക്കുറിച്ചിട്ടാണ് എൻ്റെ ചോദ്യം. അഹിംസ സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല. എങ്കിലും നമുക്ക് അങ്ങയോട് ചോദിക്കുവാനുള്ളൊരു ചോദ്യം, അയൽ വീട്ടിലെ പട്ടി അങ്ങയുടെ പള്ളക്കിട്ട് കടിച്ചാൽ അങ്ങ് അതിന് പാല് നൽകുമോ, കല്ലെറിയുമോ? കല്ലെറി. സനാതന സംസ്കാരത്തെ സംഘടിതമായി വന്നവർ ആയുധം ഉപയോഗിച്ച് നേരിടുകയാണ്. ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിലെ സാത്വികാഹാരികളായ ബ്രാഹ്മണന്മാർ പൂജാവിധികൾ മാത്രം ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരാണ്. അവർക്ക് ഇത്തരക്കാരെ നേരിടുവാനുള്ള ആരോഗ്യമില്ല. അപ്പം അന്നും ഇന്നും ഹിമാലയത്തിലെ ക്ഷേത്രങ്ങളൊക്കെ പരിപാലിക്കുന്ന കാര്യനിർവഹണം ഏതെങ്കിലും അഖാഡയിലെ നാഗാ സന്യാസി തന്നെയായിരിക്കും. വന്യമൃഗങ്ങളുടെ ഉപദ്രവമുള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ് അവർക്ക് തോക്കും ഉണ്ടയും നൽകുന്നുണ്ട് വന്യമൃഗങ്ങളെ. അപ്പം നമ്മൾ കടന്നുകയറ്റം വന്യമൃഗം മാത്രമല്ല, സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാനായി വൈദേശിക ആക്രമണ ചിന്താഗതി പുലർത്തുന്ന നമ്മുടെ ഇടയിലുള്ളവർക്കുമാകാം. ആഹാരത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട്, ആചാരത്തിൻ്റെ അലംഭാവം കൊണ്ട്, അനുസരണയുടെ അഭാവം കൊണ്ട്, ആചാര്യൻ്റെ ആശീർവാദമില്ലായ്മ കൊണ്ട്, അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സഹോദരന്മാർ തന്നെ സനാതന വിരോധികളായി മാറുമെന്ന സാഹചര്യമാണിപ്പോൾ. അപ്പം അതിന് ശാസ്ത്രവും ശസ്ത്രവും. പരശുരാമൻ അങ്ങനെയാണ്. പരശുരാമൻ ശാസ്ത്രവും ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ്. ശാസ്ത്രം ഉപദേശിക്കുന്നു. നമ്മൾ കൊച്ചു കുട്ടികളെ പുസ്തകം പഠിക്കുന്നു പറയുന്നു, ഒരടിയും കൊടുക്കും പഠിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ലോജിക്കായിട്ട് പറയുകയാണെങ്കിൽ. ശാസ്ത്രവും ഇല്ലാതെ സനാതനത്തെ സംരക്ഷിക്കുക അസാധ്യമാണ്.